പുസ്തക പ്രകാശനത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. മാത്രമല്ല ഇതിൻ്റെ പിന്നണി പ്രവർത്തകനായ ജയരഘു, എൻ്റെ എത്രയോ കാലത്തെ ദീർഘമായ രാഷ്ട്രീയ പ്രവർത്തന ബന്ധമുള്ള, ഞങ്ങൾ ഒരുമിച്ച് വിദ്യാർത്ഥി സംഘടനകളിലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും താത്വികമായി തർക്കിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെങ്കിലും അത്തരം എല്ലാ വിയോജിപ്പുകളും ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ പുലർത്തിപ്പോകുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു സുതാര്യത, അതാണ് എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത്. എൻ്റെ കോഴിക്കോട് നിന്ന് രാവിലത്തെ വണ്ടിക്ക് ഞാൻ വരുമ്പോൾ വളരെ മടി പിടിച്ചാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒഴിയാനൊക്കെ നോക്കി. പിന്നെ ഇത് ഫിലോസഫി പുസ്തകമാണ്. എനിക്ക് പണ്ടേ ഞാൻ ഉറക്കം വരാൻ വേണ്ടി ഉറക്ക ഗുളികകൾ ഉപയോഗിക്കാറില്ല. തത്വശാസ്ത്രപരമായ പുസ്തകങ്ങൾ എടുക്കുക, അത് 2 പേജ് വായിക്കുമ്പോഴേക്കും ഉറക്കം വരും. ആ പുസ്തകങ്ങൾ വേറൊന്നും ഞാൻ പറയുന്നില്ല, വളരെ പരിചിതമായ പല മാർക്സിസ്റ്റ് പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഇവിടെ എനിക്കിത് പലർക്കും അറിയാം, പലർക്കും അങ്ങനെ ഉറക്കം വരാൻ വേണ്ടിയിട്ട് വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയായിരുന്നു അത്. അത് ഗഹനമാണ്, അതുകൊണ്ടാണ്, അല്ലാതെ മോശം പുസ്തകം എന്നുള്ള രീതിയിലല്ല. പിന്നെ ഞാൻ പുസ്തകം കൊടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾക്കാണ്. എന്നെപ്പോലെ തന്നെ പലതും വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരാളാണ് ശ്രീ മുൻ മന്ത്രി സി ദിവാകരൻ. അദ്ദേഹത്തിന് ഈ പ്രായമായെങ്കിലും, അദ്ദേഹത്തിൻ്റെ പ്രായം എനിക്ക് തോന്നുക, പക്ഷേ പ്രായമായെങ്കിലും ഭീകരമായ ഓർമ്മശക്തിയാണ്. ഞങ്ങൾ തമ്മിൽ മുമ്പെപ്പോഴും ഒരു വേദി ഷെയർ ചെയ്തത് ഇപ്പം എന്നോട് പറഞ്ഞു. ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല, ഒന്ന് ഓടിച്ചു നോക്കി. പ്രത്യേകിച്ചും ഞാൻ മ്യൂൾ മോൺട്ബെയിലിൻ്റെ ഈ ഇൻട്രൊഡക്ഷനാണ് ഒന്ന് വായിച്ചു നോക്കിയത്. ഇന്ത്യൻ ഫിലോസഫിയെ അടിസ്ഥാനപ്പെടുത്തി ആണ് അവർ ഈ ഇന്ത്യൻ റവല്യൂഷൻ്റെ ഒരു പുതിയ സാധ്യതകൾ അന്വേഷിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും ഒപ്രസ്ഡ് ക്ലാസിൻ്റെ, അതായത് ദളിത് വിഭാഗത്തിൻ്റെ കാസ്റ്റാണ് ഇതിൻ്റെ മെയിൻ വിഷയം. ഫ്രഞ്ച് റവല്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ റവല്യൂഷനുള്ള വാക്കൊക്കെ ആ ടെർമിനോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ഇന്ത്യൻ റവല്യൂഷൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റവല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ദിവ്യ ദ്വിവേദിയാണെങ്കിലും ഷാജിമോഹൻ ആണെങ്കിലും ഒരുപാട് ഇവരുടെ ഈ തത്വശാസ്ത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ഇന്ത്യ ഗവൺമെൻറ് എടുത്തുന്ന ഒരുപാട് ത്രെറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രമല്ല ഹിന്ദുത്വ അജണ്ട സ്വീകരിച്ചിരിക്കുന്ന പലരിൽ നിന്നും ഭീകരമായ ഭീഷണികൾ, വധഭീഷണികൾ തന്നെ ഉണ്ടായതായിട്ട് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പഴയ പത്രങ്ങളിലൊന്നായ ലാമണ്ടേ, ഫ്രഞ്ചിലെ ലാമണ്ടേ, അതിലൊരു ലേഖനം വരികയുണ്ടായി. ആ ലേഖനം ലോകത്തിലെ മറ്റ് തത്വചിന്താരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സപ്പോർട്ടും അതിന് കിട്ടി. അങ്ങനെ ഒരു ക്ലാസ് സ്ട്രഗിളിൻ്റെ ഒരു പുതിയ വാതായനം തുറക്കുന്ന ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. വാക്ക് നിങ്ങളിപ്പോൾ ഉപേക്ഷിക്കുന്നു, ഓക്കെ. പിന്നീട് ആ കോളനിയെ പറ്റി പറയുക, അത് നഗരം എന്നുള്ള പേരാണെങ്കിലും പറയാം. പണ്ട് ഒരു കോളനി ഉണ്ടായിരുന്നു, ഹരിജൻ കോളനി. ആ കോളനിയാണ് ഇപ്പോഴത്തെ നഗരം എന്ന് പറയാം. ആ കോളനി എന്നുള്ളൊരു പേര് മാറ്റിയത് കൊണ്ട് മാറുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ പറയാം 57 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലായിട്ട് വന്നുപോയി കേരളത്തിൽ ഭരണത്തിൽ. ഇപ്പോഴും സായിപ്പെട്ട ക്ലിഫ് ഹൗസിൻ്റെ പേര് അംബേദ്കർ ഹൗസ് ആക്കാനൊന്നും ആർക്കും ധൈര്യം വരില്ല. ഒരു സവർണൻ്റെയും ഹൗസിംഗ് കോളനികൾക്ക് അംബേദ്കർ പേരിടില്ല. അംബേദ്കർ എന്നുള്ള പേരിൽ നമ്മൾ എല്ലാ പ്രാവശ്യം പറയും ഭരണഘടന ഉണ്ടാക്കിയ ആൾ, ഭരണഘടനയുടെ പ്രധാന വ്യക്തി, ഭരണഘടനാ ശില്പി ഒക്കെ സംബന്ധിച്ച് അംബേദ്കറുടെ ഫോട്ടോ നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ വെക്കും. പക്ഷേ ഒരു ഹൗസിംഗ് കോളനിക്കോ ഒരു സർക്കാർ അതിഥി മന്ദിരങ്ങൾക്കോ അംബേദ്കറിൻ്റെ പേരിടാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാനടക്കമുള്ളവരുടെ മനസ്സിനെ പറ്റി ഞാൻ പറയുന്നത്. അത്രമാത്രം നമ്മളുടെ ഉപബോധ മനസ്സിൽ ഈ ജാതീയത വളരെ പ്രകടമായിട്ടുള്ള ഒരു കാലമാണ്. ഇതിനെ